പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ കാറില്ല, നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് പോയിട്ട് വഴി കിടക്കുന്ന ഏതെങ്കിലും കാറിൽ ഇത് പൊട്ടിച്ചിട്ട് അതിന് ട്രൈ ചെയ്ത് നോക്കാം. ബാ, അങ്ങനെയൊക്കെ ഇത് വെച്ച് ട്രൈ നോക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കഴിയുമ്പോൾ എന്റെ സഞ്ചാരി 16 ദിവസം കഴിയുമ്പോൾ എന്റെ 16 അടിന്തരാവും. പിന്നെ സ്വന്തം വണ്ടിയിൽ അതറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം ബോധമില്ലാത്തടത്തിലല്ല ഞാൻ. കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല, പൊട്ടില്ല. കാരണം നമ്മളെ വിൻഷീൽഡ് വരുന്നത് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. അത് കാരണം ചെറിയ ക്രാക്ക് വീണാലും മറ്റേ പോലെ പൊട്ടിച്ചിട്ടില്ല. സൈഡ് ഗ്ലാസ് പോലെ പറഞ്ഞ് പൊട്ടിക്കാം. ഒരു ട്രിക്ക് ടെമ്പർ ഗ്ലാസ്സിൽ മാത്രമേ വർക്ക് ആവൂ. ഒരു സ്പാർക്ക് പ്ലഗിന്റെ ഷാർഡിങ്ങാലൊക്കെ നല്ല രീതിക്ക് ഷാർപ്പും ഹാർഡുമാണ്. അത് ചെറിയ ഒറ്റ പോയിന്റിൽ അത്രയും ഫോഴ്സ് വരുന്നുണ്ട്. പെട്ടെന്ന് ടെമ്പർ ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനെ ചിന്നിച്ചെറി അങ്ങ് പൊട്ടിപ്പോവും. അസിൽ പഠിപ്പിക്കുന്ന ഇതുപോലെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് ഞാൻ പോലും കാട്ടിൽ നിന്ന് അറിയാവുന്നതാണ്. ഞാൻ ആ രീതിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തത്, അല്ലാതെ ഗ്ലാസ് പല രീതിക്ക് ഉണ്ടെന്നോ അത് അറിയാനിട്ടോ അല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കണ്ടന്റ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വെച്ചിട്ട് 2 കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സ്വയം ബുദ്ധിജീവികളാണെന്ന് കാണിക്കാൻ വന്ന കുറച്ച് മുഴുവനെ പറ്റി ഞാൻ ഉണ്ടാക്കിയത് 5 ലക്ഷം വ്യൂസ്. ഇപ്പൊ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യൂസും കളൊക്കെ ഏകദേശമാണ്. ഇപ്പൊ ഇനി പ്രത്യേകിച്ച് വ്യൂസും കവരൊന്നും വരാനില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന്റെ ആ ഒരു ഹരം എനിക്ക് ഇപ്പോഴാണ് നമ്മളെ കിട്ടി തുടങ്ങിയത്. ഇവന്മാരെയൊക്കെ മാക്സിമം മുതലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തുമാത്രം വ്യൂസ് കിട്ടിയത് മനസ്സിലാക്കാണല്ലോ. കുറച്ച് പേര് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടായിരുന്നു. അതിനെപ്പറ്റി കുറച്ചധികം സംസാരിക്കേണ്ടത് ഞാൻ വേറെ ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ബൈ ബൈ.